ബ്രസീലിന് എന്താണ് സംഭവിച്ചത്? ബ്രസീലിയൻ ഫുട്ബോളിന് എന്തു പറ്റി? ഇന്നത്തെ ചർച്ച, മാധ്യമങ്ങളിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ചർച്ച അതാണ്. ഫുട്ബോൾ പ്രതിഭകൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത പ്രതിഭാതന്മാരുടെ ധാരാളിത്തമുള്ള ബ്രസീൽ, അല്ലേ? ഏറ്റവും കൂടുതൽ തവണ ലോക ചാമ്പ്യന്മാർ ബ്രസീലാണ്. പക്ഷേ ബ്രസീലിൻ്റെ ഫുട്ബോൾ ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ആരാണ് അതിന് ഉത്തരവാദി? ഫുട്ബോൾ ഫെഡറേഷനാണോ അതോ കോച്ചാണോ? പ്രതിഭാധരായ കളിക്കാരെ ഉപയോഗിക്കാൻ കഴിയാത്തതാണോ? നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഈ കോപ്പ അമേരിക്കയിൽ അവരുടെ പ്രകടനം എങ്ങനെയായിരുന്നു? ലോക ചാമ്പ്യന്മാർക്കൊത്ത പ്രകടനമാണോ അവർ നടത്തിയത്? അല്ല. നെയ്മറിൻ്റെ കുറവ് അവരുടെ മുന്നേറ്റ നിരയിൽ പ്രകടമായിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. പക്ഷേ അടുത്ത ബാലൻ ഡി ഓർഡറിന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന വിനീഷ്യസ് ജൂനിയർ, അതുപോലെ റയൽ മാഡ്രിഡിന് വേണ്ടി മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന നെയ്മർക്ക് ശേഷം ഇനി ആര് എന്നുള്ളതിന് ഉത്തരം ഫുട്ബോൾ നിരീക്ഷകർ നൽകുന്ന റോഡ്രിഗോ, അവരുടെ 10ാം നമ്പറുകാരൻ. പുതിയ വിസ്മയം എൻട്രിക്. അത്രയും പ്രതിഭകളെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ബ്രസീലിയൻ ഫുട്ബോളിനെ പറ്റിയ ഏറ്റവും വലിയ ഈ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമീപകാലത്തെ മോശം ഫോമിന് കാരണം അതാണ്. മിഡ്ഫീൽഡിലെ ഒത്തിണക്കമില്ലായ്മ, ഡിഫൻസ് ഒരുവിധം ഓക്കെയാണ്, ഗോളിയും ഓക്കെയാണ്, പ്രശ്നങ്ങളില്ല. പക്ഷേ മിഡ്ഫീൽഡിലും മുന്നേറ്റ നിരയിലും അവരുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്, പരസ്പര ധാരണ ഇല്ലായ്മ, അത് ഈ കോപ്പ അമേരിക്കയിലുടനീളം. ഏതായാലും അടുത്ത് തന്നെ ഇതിനൊക്കെ ഒരു പരിഹാരമുണ്ടായിട്ട് ലോക ചാമ്പ്യന്മാരായ ബ്രസീലിൻ്റെ ആ കളി, ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ വശ്യ സൗന്ദര്യം, കാനറികളുടെ ഫുട്ബോളിൻ്റെ തേരോട്ടം അടുത്ത് തന്നെ ലോക ഫുട്ബോൾ പ്രേമികൾക്ക് കാണാനാവുമെന്ന പ്രതീക്ഷയോടെ സ്പോർട്സ് നോയ്സിൽ വീണ്ടും കാണാം. ബൈ ബൈ.